നമസ്കാരം. മേജർ രവി എപ്പോഴും ടി വിക്കാരും മാധ്യമങ്ങളും എല്ലാവരും ആദ്യം വന്നു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മിലിറ്ററി സംബന്ധമായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാത്രം എന്നെ വിളിക്കും. സിനിമയുടെ വല്ല കോൺട്രവേഴ്സി ഉണ്ടാക്കണമെങ്കിൽ വിളിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അതിൻ്റെ മുകളിൽ പിടിച്ച് കയറാമെന്നുണ്ട്. പക്ഷെ ഇന്നിപ്പം ഇവിടെ ഇതുപോലൊരു പ്രോഗ്രാം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് എൻ്റെ കഥയിൽ നിന്ന് തുടങ്ങാമെന്നുള്ളതാണ്. ഒരിടത്തും പറയാത്ത ഇന്ന് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ കാണുന്ന ഈ മേജർ രവി, ഇന്ന് കാണുന്ന പട്ടാളക്കാരെയും ഞാൻ കണ്ടിരിക്കുന്ന പട്ടാളക്കാരുടെ ലൈഫും, അത് 75-76 ലൈഫും ഇന്നത്തെ പട്ടാളക്കാരുടെ ലൈഫും കാണുന്ന സമയത്ത് അജഗജാന്തരം ഡിഫറൻസും. ബിക്കോസ് അന്ന് ഞങ്ങൾ ഞാൻ പട്ടാളത്തിലായിരുന്നു, ഒരു ജവാനായിരുന്ന സമയത്ത് 4 വർഷം 3.5 വർഷം ജവാനായിരുന്ന സമയത്ത് അനുഭവിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അപ്പം നിങ്ങൾ ഓർക്കും ഇങ്ങനെയും ഉണ്ടായിരുന്നോ ലൈഫ് എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം. അന്നൊക്കെ ഞങ്ങൾ ലീവിന് പോകുന്ന സമയത്ത് ഒരു ട്രങ്ക് പെട്ടി, ഈ ഇരുമ്പിൻ്റെ പെട്ടിയും ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ സൂട്ട് കേസോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാനുള്ള ഗതിയില്ല. ബിക്കോസ് ശമ്പളം കിട്ടിയിരുന്നത് വെറും 210 രൂപയാണ് എനിക്ക് 76 ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ശമ്പളം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 100 രൂപയോളം വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് 100-110 രൂപ വീട്ടിലേക്ക് അയച്ച് ബാക്കി കിട്ടുന്നത് സേവിങ് കഴിഞ്ഞാൽ 50-60 രൂപയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ലീവിന് വരുമ്പോൾ ഈ പെട്ടിയും തലയിൽ ചുമന്നുണ്ട്. കാരണം കൂലിക്ക് കൊടുക്കാൻ പൈസയില്ല, എയർപോർട്ടിൽ പോർട്ടർമാർക്ക് പൈസ കൊടുക്കാനില്ല. അപ്പോൾ ഇതും തലയിൽ ചുമന്ന് വെച്ചുകൊണ്ട് നടന്നിരുന്നൊരു കാലമുണ്ട്. അന്നത്തെ മേജർ രവി നിങ്ങൾ കണ്ടിട്ടില്ല. അതും ചുമന്ന് നടന്നിട്ടുള്ള ഈ വ്യക്തി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ലീവിന് വന്നപ്പോൾ, പലപ്പോഴും നമ്മൾ ലീവിന് വരുമ്പോൾ ഈ ട്രങ്ക് ഭയങ്കരമായിട്ട് ഉപകരിക്കും. ബിക്കോസ് റിസർവേഷൻ എന്നുള്ളത് ഒരിക്കലും കിട്ടില്ല. എന്നിട്ട് ടീറ്റിൽ കയ്യും കാലും പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുവരുന്ന കോട്ടയിൽ കിട്ടിയിരിക്കുന്ന 2 കുപ്പിയിൽ ഒരു കുപ്പികൾക്ക് കൈക്കൂലിയും കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു ബർത്ത് കിട്ടുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഈ ട്രങ്ക് നമ്മൾ നോർമൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ടോയ്ലറ്റിനടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചുരുണ്ടുകൂടിയും കിടക്കും. ഇതിൻ്റെ മുകളിൽ കയറി ഒരു പേപ്പറും പിടിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ആളുകൾ ബാത്റൂമിൽ വരുന്നവർ ചവിട്ടും കുത്തും തെറി വിളിക്കും, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ആരാണത്? ഒരു പട്ടാളക്കാരൻ. അന്നെന്താ വെച്ചാൽ യൂണിഫോം ഉണ്ടാവില്ല. നമ്മൾ വല്ല ഒരു ബനിയനും ഇട്ട് ഒരു പാൻറ്റോ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വരില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് പലപ്പോഴും അങ്ങനെ ശകാരിക്കാറില്ല. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ജയന്തിയന്തയിലോട്ടോ കേരള എക്സ്പ്രസ്സിലോട്ടോ അങ്ങ് കയറിക്കഴിഞ്ഞാൽ ഈ 48 മണിക്കൂർ നമ്മൾ പലതും അനുഭവിക്കാറുണ്ട് ഈ പട്ടാളക്കാർ. അങ്ങനെ ഒരു പ്രാവശ്യത്തെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടുന്ന് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി വന്ന സമയത്ത് ഈ പെട്ടിയൊന്നുമില്ല. ഞാൻ നോർമലായിട്ടുള്ള ബാഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബട്ട് ദെൻ വാട്ട് ഹാപ്പൻഡ്, ഞാൻ ഷൊർണൂരിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വണ്ടി കയറി. എൻ്റെ യൂണിറ്റ് ജാൻസിയിലായിരുന്നു, 40 മീഡിയം റെജിമെൻറ്റ്. ഞാൻ ആ 40 മീഡിയം റെജിമെൻറ്റിൽ നിന്ന് തന്നെയാണ് പിന്നീട് ഞാൻ കമ്മീഷൻ എടുത്ത ഓഫീസറായിട്ട് പോയതും. തിരിച്ച് ഞാൻ ആ യൂണിറ്റ് പോയിട്ട് പലരുടെ കയ്യിൽ നിന്ന് സല്യൂട്ടും വാങ്ങിച്ചു വന്നിട്ടുള്ളൊരു കഥകളൊക്കെ അത് വേറെയുണ്ട് കുറേ. പക്ഷേ ഈ ജാൻസിയിലുള്ള യൂണിറ്റിന് സ്ട്രെയിറ്റ് വണ്ടിയാണ്. ഷൊർണൂരിൽ നിന്ന് ജയന്തി എഴുന്നേൽ അങ്ങ് കയറിക്കഴിഞ്ഞാൽ നേരെ ജാൻസി പോയിട്ട് ഇറങ്ങാം. അങ്ങനെ ഞാൻ ഈവനിങ്ങിൽ ഈ വണ്ടിക്കകത്ത് കയറി. അത് അന്ന് ജയന്തിയാണോ എന്നുള്ള അറിയില്ല, പക്ഷേ ചെന്നൈ വഴിക്ക് പോകുന്നു. ഏതൊരു ട്രെയിനിൽ കയറിയ സമയത്ത് കമ്പാർട്ട്മെൻറ്റിനകത്ത് ആരുമില്ല, ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ഞാൻ കയറി കിടന്നുറങ്ങി സുഖമായിട്ട്. കോയമ്പത്തൂർ എത്തിയപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് എന്നെ വിളിച്ച് ഉണർത്തി TT ആണ്. ടിക്കറ്റ് നോക്കുമ്പോൾ എൻ്റെ അടുത്തൊരു റിസർവേഷനൊന്നുമില്ല. അങ്ങനെ എന്നെ ആ ട്രെയിനിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കി. ഇത് രാത്രി 11 മണിയെ പറ്റിയായിരിക്കുന്നു. ഈ പുറത്തിറക്കി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നീടൊരു വണ്ടി കിട്ടിയിട്ട് ഞാൻ അവിടെ ജാൻസിയിൽ എത്തുമ്പോഴത്തേക്കും എൻ്റെ ലീവ് കഴിഞ്ഞ് ഞാൻ ആബ്സെൻറ്റ് റിപ്പോർട്ട് ആയിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ലൈഫ് പ്രശ്നമായി. പിന്നെ ആബ്സെൻറ്റ് റിപ്പോർട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള പണിഷ്മെൻ്റ് ഉണ്ട്, കോർട്ട് മാർഷലല്ല, അതിന് കോട്ടർ ഗാർഡുണ്ട്. ചിലപ്പം 7 ദിവസമായിരിക്കും, ചിലപ്പം 4 ദിവസമായിരിക്കും ജയിലിൽ അവിടെ കിടന്ന് പണിഷ്മെൻറ്റ് വാങ്ങിക്കണം. ഇതിൻ്റെ എല്ലാം ടെൻഷനും അടിച്ചിട്ട് അന്താളിച്ച് നിന്ന് കോയമ്പത്തൂരിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കിയാലും ആരുമില്ല. വണ്ടി ഇങ്ങനെ പോകുന്നത് കാണാം. നോക്കിക്കൊണ്ട് നിന്നിരുന്ന ആ സമയത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ജീവിതം എന്തോ കൈവിട്ടു പോകുന്നൊരു തോന്നലായിരുന്നത്. അവിടെ ഇറങ്ങി പിന്നീട് ഏതൊരു പാസഞ്ചർ ട്രെയിനോ എന്തോ വന്ന് ഞാൻ മദ്രാസിൽ, അവിടുന്ന് അന്ന് രാത്രി പിന്നെ മദ്രാസിലേക്ക് എത്തിയപ്പോഴത്തേക്കും ടൈം കുറേ ലേറ്റായി. ജാൻസിയിലെത്തിയപ്പോഴത്തേക്കും ഒരു ദിവസം ലേറ്റായിപ്പോയി. അവിടെ ചെന്ന് ആദ്യം പോയിട്ട് ഇതെല്ലാം പറഞ്ഞ് കഥകളെല്ലാം പറഞ്ഞപ്പോൾ എന്തോ അറിയില്ല, എൻ്റെ ഇൻചാർജായിരുന്ന ഇന്ന് കേണൽ
FU അഹമ്മദ് എന്ന് പറയുന്ന ഫക്രുദ്ദീൻ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറയാറുണ്ട്, എൻ്റെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ, എൻ്റെ ഒരു ഗോഡ് ഫാദർ എല്ലാമായിരുന്ന അന്നത്തെ ക്യാപ്റ്റൻ FU അഹമ്മദ്, ലക്നൗകാരൻ. അദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, അച്ഛാ ठीक है भूल जा എനിവേ ഗോ ബാക്ക് ടു യുവർ ബാരക്സ്. അങ്ങനെ അന്ന് പനിഷ്മെൻറ്റിൽ നിന്ന് ഒഴിവായി പോന്നിട്ടുള്ളതും, പക്ഷേ ആ സ്റ്റേഷനിൽ നിന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഇനിയിപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇനിയിപ്പോൾ എന്താവുന്നുള്ളത്. ഇന്നത്തെ കാലവും തമ്മിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്നെന്താണ്, ജവാൻസിനടക്കം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം, ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അന്നത്തെ പട്ടാളക്കാർക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാലങ്ങളെല്ലാം കടന്നിട്ട് വന്നിട്ടുള്ള പട്ടാളക്കാർ, ഇന്നത്തെ പട്ടാളക്കാർക്ക് പലയിടത്തും ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് 2-3 മാസം മുന്നേ കണ്ടായിരുന്നു. ആ കുട്ടികളോടെല്ലാമാണ് ഞാൻ പറയുന്നത്, മക്കളെ, യു ആർ ഇൻ എ വെരി സോഫ്റ്റ് ടൈം. പട്ടാളത്തിൻ്റെ ഞങ്ങളൊക്കെ അനുഭവിച്ചിരിക്കുന്നൊരു സമയമുണ്ട്. അന്ന് ഞങ്ങൾ സിയാച്ചിൻ അന്നില്ല, പക്ഷേ കാർഗിലും ലേയും ലഡാക്കും എല്ലാം അന്നുണ്ട്. മഞ്ഞുള്ള മലകൾ അന്നുണ്ട്. അന്ന് ഞങ്ങളിട്ടിരുന്ന ഷൂസ് എന്ന് പറയുന്നത് വെറും ഒരു റബ്ബറിൻ്റെ DMS ബൂട്ടായിരുന്നു. ആ ബൂട്ടിട്ടുകൊണ്ട് സോക്സ് നമ്മളറിയാതെ നനഞ്ഞു കഴിഞ്ഞ് ഈ സ്നോയിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഐസ് ബ്രിക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെയാണ് ഈ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയത്ത് കാലിൻ്റെ അടിയിലുള്ള ഫീൽ ഉണ്ടാകും. അത് മരവിച്ച് നമ്മടിച്ചിട്ട് പിന്നീട് ഷൂസ് തുറക്കുമ്പോഴത്തേക്കും ഈ വിരലുകളൊക്കെ നമ്മൾ ശരിക്കിട്ടിട്ട് മസാജ് ചെയ്ത് അതിൻ്റെ രക്തോട്ടം വരുത്തണം. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് ഫ്രം സ്വിറ്റ്സർലാൻഡ്. 10,000-80,000 രൂപയുടെ ഒരു കിറ്റാണെന്ന് നിങ്ങൾക്ക് കിട്ടുന്നു. ഇങ്ങനെ സൗകര്യമുള്ള പട്ടാളക്കാർ, ഇതുപോലെ കുട്ടികൾ പട്ടാളത്തിൽ അച്ഛനമ്മയ്ക്ക് ഒരു ഹോപ്പുമായിട്ട് പട്ടാളത്തിൽ ചെന്നതിന് ശേഷം നിങ്ങൾ ആ ട്രെയിനിങ് പോലും ചെയ്യാൻ പറ്റാതെ 4 മാസത്തിനകത്ത് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളൊരു കേസ് ഞാനിപ്പോൾ കേട്ടു. ഞാനും നടത്തുന്നുണ്ട് ഒരു അക്കാഡമി. ആ അക്കാഡമിയിൽ ഞാൻ പറയാറുണ്ട്, കുട്ടികളെ, നിങ്ങളുടെ വീട്ടിലത്തെ ആ സ്വഭാവം ആദ്യം മാറ്റണം. പല കുട്ടികളോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ചാപ്പാട് കഴിച്ചാൽ നിങ്ങൾ പ്ലേറ്റ് എടുക്കാറുണ്ടോ എന്ന് ചോദിക്കും. പലരും കൈ പൊക്കാറില്ല. ഹാർഡ്ലി 1-2 ആൾക്കാർ പൊക്കും. അവരോട് ഞാൻ പറയും, മക്കളെ, നിങ്ങൾ പട്ടാളത്തിൽ ചേരാൻ വരികയാണെങ്കിൽ ബി സെൽഫ് കണ്ടൻറ്റഡ്. അല്ലാതെ നിങ്ങളുടെ പെങ്ങളെ കൊണ്ട് പ്ലേറ്റ് എടുപ്പിച്ചിട്ടും അമ്മയെ കൊണ്ടും പ്ലേറ്റ് എടുപ്പിച്ചിട്ടുള്ള ശീലമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കും. ഈ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് സോൾജേഴ്സ് മൂഡ്. എല്ലാം തന്നെത്താൻ ചെയ്യാനുള്ളത് അതായിക്കഴിഞ്ഞാൽ നിങ്ങൾ ശക്തരാകും. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടുമാണ് പറയുന്നത്, aspiring to join this army, if you got this aspiration to join the army, please be a hard-working guy, please be a solid-minded person. That is what I want to tell you in this. അങ്ങനെ ഈ എപ്പിസോഡ് അങ്ങ് തുടങ്ങാം. ഇനിതിൽ പലരും കഥ പറഞ്ഞുകൊണ്ട് വരുമായിരിക്കും. പക്ഷെ ഞാനിത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസും എൻ്റെ ഒരു എക്സ്പീരിയൻസും അതിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പട്ടാളക്കഥകളുമായി ഇനി നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ആ പട്ടാളക്കഥയിൽ യാഥാർത്ഥ്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.